പൂർണ്ണമായി നമ്മെ കാണുന്ന ദൈവം ഇതാ നമ്മുടെ മധ്യയിൽ. കണ്ണുകളെ ഉയർത്തി തിരുവോസ്തിയിലേക്ക് നോക്കുക. നമ്മെ സ്നേഹിക്കുന്ന നല്ല ദൈവമാണ് നമ്മുടെ മധ്യയിൽ. അനുദിനം നമ്മോട് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. നമുക്ക് നിത്യവും ജീവൻ തരുന്ന ജീവന്റെ അപ്പമായി നമ്മുടെ മധ്യയിൽ വാഴുന്ന ദൈവമിതാ നമ്മെ നോക്കി കാണുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തില് 6-ാം അധ്യായം 33-ാം വാക്യത്തിൽ രക്ഷകനായ യേശുനാഥൻ ഇപ്രകാരം ശിഷ്യന്മാരോട് പറഞ്ഞു, എന്നാൽ ദൈവത്തിന്റെ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ലോകത്തിന് ജീവൻ നൽകുന്നുവത്രേ. ഇതാ ദൈവത്തിന്റെ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ലോകത്തിന് ജീവൻ നൽകുന്ന ദൈവമിതാ നമ്മുടെ മധ്യയിൽ. ഇത് കേട്ടപ്പോൾ ശിഷ്യന്മാർ ഈശോയോട് പറഞ്ഞു, എന്നാൽ ആ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും തരേണമേ. ഈശോയെ, നീ ആ അപ്പം ഞങ്ങൾക്ക് എന്നും തരേണമേ. ഈശോ പറഞ്ഞു, ഞാനാണ് ജീവന്റെ അപ്പം. ഈശോ പറഞ്ഞു, ഞാനാണ് ജീവന്റെ അപ്പം. ലോകാവസാനം വരെ ജീവന്റെ അപ്പമായി നമുക്ക് നിത്യജീവൻ തരുന്ന കരുണയുള്ള ദൈവമിതാ നമ്മുടെ മധ്യയിൽ. വെളിപാട് 1:17-18 രക്ഷകനായ യേശുനാഥൻ പറഞ്ഞു, ഞാനാകുന്നു ആദിയും അന്തവും ജീവിക്കുന്നവന്. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ ഞാൻ എന്നേക്കും ജീവിക്കുന്നു. ജീവിക്കുന്ന ദൈവത്തിലാണ് നമ്മുടെ ആശ്രയം. ജീവിക്കുന്ന ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. ദൈവത്തിൽ പ്രത്യാശ വെച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഒരനർത്ഥങ്ങളും നമ്മെ കീഴ്പ്പെടുത്തുക ദൈവം അനുവദിക്കുകയില്ല. ഈ ലോകത്തിന്റെ സുഖത്തിന് വേണ്ടിയും ലോകമോഹങ്ങൾക്ക് വേണ്ടിയും ലോകത്തിന്റെ ആഡംബരങ്ങൾക്ക് ഇറങ്ങിപ്പോകാതെ ദൈവം തരുന്ന ശാശ്വതമായ ജീവിതത്തിന് വേണ്ടി ദാഹിക്കുകയും നമ്മെ പൂർണ്ണമായി അറിയുന്ന ദൈവം, നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി അറിയുന്ന ദൈവം. ഈ ലോകത്തിൽ ഒരു വ്യക്തിക്കും നമ്മെ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ജീവിത പങ്കാളിയാകട്ടെ, മാതാപിതാക്കളാകട്ടെ, സഹോദരങ്ങളാകട്ടെ, ബന്ധുക്കളാകട്ടെ, സ്നേഹിതരാകട്ടെ, ആർക്കും നമ്മെ പൂർണ്ണമായി മനസ്സിലാക്കുവാൻ ഒരിക്കലും സാധിക്കുകയില്ല. എന്നാൽ നമ്മെ പൂർണ്ണമായി അറിയുന്ന ദൈവമാണ് ഇപ്പോൾ നമ്മുടെ മധ്യയിൽ. നാം എന്താണെന്നും നാം എന്തായിരിക്കുന്നുവെന്നും നാളെ നാം എന്തായി തീരുമെന്നും വ്യക്തമായി അറിയുന്ന കരുണയുള്ള ദൈവത്തിൽ